നോക്കാം. അതായത് അതിന്റെ ഒരു സാധ്യത വളരെ പെട്ടെന്ന് ലൈനപ്പിലേക്ക് നമുക്കൊന്ന് വരാം. ആദ്യം ഓഫ് കോഴ്സ് എമിലിയാനോ മാർട്ടിനസ് തന്നെ ഗോൾ കീപ്പറായിട്ട് വരുന്നു എന്ന് സംശയമില്ലാതെ നമുക്ക് പറയാൻ പറ്റും. പ്രതിരോധ നിരയിലേക്ക് വരട്ടെ. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ നിന്നും വ്യത്യസ്തമായി എന്തൊക്കെ ഉണ്ടാകും എന്നുള്ളത് കഴിഞ്ഞ മത്സരത്തിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിരിക്കും. കാരണം ജോർദാനെതിരെ അവരുടെ ബെഞ്ചിലിരിക്കുന്ന താരങ്ങൾക്ക് അവസരം കൊടുക്കാൻ വേണ്ടിയാണല്ലോ കളിച്ചത്. അപ്പോൾ ഓസ്ട്രേലിയക്കെതിരായ മത്സരത്തിൽ അതേ ലൈനപ്പ് തന്നെ നിലനിർത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. റൊമേറോ തിരിച്ചു വരുന്നു, ലിസാൻഡ്രോ മാർട്ടിനസ് തിരിച്ചു വരുന്നു, മെദീനയും തിരിച്ചു വരുന്നു. ബൊളീനയും ഉണ്ടാകും. അതിലൊരു സൈഫു തഗ്ലിയാഫിക്കോടെ പരിക്ക് മാറിയിട്ടുണ്ട്. പക്ഷേ ആദ്യത്തെ 2 മത്സരങ്ങളിലും മെദീന നല്ല പ്രകടനം കാഴ്ചവെച്ചു. അയാൾ ലെഫ്റ്റ് വിങ്ങിൽ പിന്നെ ലയണൽ സ്കോലോണിയുടെ ഒരു വിശ്വസ്തനായി മാറിക്കഴിഞ്ഞതുകൊണ്ട് പുതിയൊരു പരീക്ഷണത്തിന് നിൽക്കില്ല. മെദീന തുടരും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, മധ്യനിരയിലേക്ക് വരുമ്പോൾ അതിൽ ഒരു പക്ഷേ ഇന്ന് ഈ ലോകകപ്പിൽ ഏറ്റവും ശക്തരായിട്ടുള്ള മധ്യനിരയിലെ താരങ്ങൾ മക്കലിസ്റ്റർ വരുന്നു, എൻസോ ഫെർണാണ്ടസ് വരുന്നു, ഡിപോൾ വരുന്നു, മെസ്സിയുടെ വിശ്വസ്തൻ. ഈ ലോകകപ്പിലെ ഏറ്റവും നല്ല മിഡ്ഫീൽഡ് ത്രയങ്ങളാണ് ഇവർ. ഈ മിഡ്ഫീൽഡ് ത്രയമാണ് ആ ടീമിന്റെ എഞ്ചിൻ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഡിപോൾ മെസ്സിയായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി. എസ്പെഷ്യലി ഡിപ്പോളും മെസ്സിയും തമ്മിലുള്ള. അപ്പോൾ മെസ്സി ഇനിയിപ്പോൾ അഥവാ ഒരു എന്താ പറയുക ഒരു വലിയ മാർക്കിങ്ങിലേക്കൊക്കെ മെസ്സി പോയി കഴിഞ്ഞാൽ തന്നെ എൻസോയും മെക്കാലിസ്റ്ററും വഴിയിലൂടെ കടന്നു കയറാൻ കെൽപ്പുള്ള 2 പ്ലെയേഴ്സാണ്. അപ്പം എൻസോ നല്ല കിക്ക് എടുക്കുന്ന ഒരു താരം കൂടിയാണ്, നല്ലൊരു മിഡ്ഫീൽഡറാണ്. അപ്പോൾ ഈ മിഡ്ഫീൽഡ് ത്രയം അങ്ങനെ തന്നെ തുടരും. ശരി, മുന്നേറ്റ നിരയിലേക്ക് വരുന്ന സമയത്ത് ലയണൽ മെസ്സിയെ നമുക്ക് കാണാം. ഒപ്പം തന്നെ ലൗതാരോ മാർട്ടിനസ് ആണ്. അങ്ങനെയാണോ? തീർച്ചയായും അൽമാഡയും അല്ലേ? അൽമാഡ ലെഫ്റ്റിലുണ്ടാവും, മെസ്സിക്കൊപ്പം ലൗട്ടാരോയും. ഹൂലിയൻ അൽവാരസ് പൂർണ്ണമായൊരു ഫോമിലേക്ക് എത്തിയിട്ടില്ല. അങ്ങനെ ഹൂലിയൻ അൽവാരസ് സ്റ്റാർട്ട് ചെയ്യും എന്ന കാര്യത്തിൽ നമുക്ക് വലിയ ഒരു വാർത്തകളും അങ്ങനെ കേൾക്കുന്നില്ല. ഇപ്പോൾ ഒരു 20% ചാൻസ് മാത്രമേ അതിനുള്ളൂ. ഇയാളൊരു ക്ലിനിക്കൽ ഫിനിഷർ എന്നുള്ള രീതിയിലാണ് ഈ നമ്മുടെ ലൗട്ടാരോ ഉള്ളത്. അപ്പോൾ ലൗട്ടാരയെ തന്നെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാനായിരിക്കും ഒരു പക്ഷേ ശ്രമിക്കുക. മാത്രമല്ല ഈ ബെഞ്ചിലുള്ള താരങ്ങൾ കഴിഞ്ഞ മത്സരത്തിൽ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ജോസെൽസോ ഒക്കെ ഗംഭീരമായി കളിച്ചു. ബെഞ്ചിലെ താരങ്ങളിൽ ഇനി ആശങ്കയില്ല, അവരും പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കലോണിക്ക് ധൈര്യമായി പിള്ളേരെ ഇറക്കി വിടാം. ആകെ കൂടി മെസ്സി അല്ലാത്ത ഒരാൾ ഗോൾ അടിച്ചത് ലോസെൽസോ മാത്രമാണ്. ലൗട്ടാരോ ഒരു പെനാൽറ്റി. ശരിയാ, ലൗട്ടാരോ ഒരു പെനാൽറ്റി. അപ്പോൾ സ്വാഭാവികമായിട്ടും മെസ്സിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഗോൾ അടിച്ച് എംബാപ്പയുമായുള്ള അകലം കൂട്ടുക എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ഓക്കെ.